ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കള്ളനെ പോലെ കയറും പിടിച്ച് ഓടുവിളക്കി എന്നെ കാണാൻ വരരുതെന്ന്. കാരണന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചാണ് കീഴ്വഴക്കം. നമ്മളായിട്ട് തെറ്റിക്കണോ? നമ്മളായിട്ട് തെറ്റിക്കണോന്നോ? എന്റെ അമ്മാവൻ ഒന്നാമത് കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങാർക്കാണെങ്കിൽ ഈ പ്രേമം പ്രണയം എന്ന് പറഞ്ഞൊരു സാധനം ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതിന് ഞാൻ ഈ പാതിരാത്രി അമ്മാവന് പെണ്ണ് കാണാൻ വേണ്ടി വന്നതല്ല, ഞാൻ എന്റെ പൊന്നിനെ കാണാൻ വേണ്ടി വന്നതല്ലേ. എന്നെ കാണാനോ? പറ്റത്തില്ല. ദേ കല്യാണത്തിന് മുമ്പ് ഒന്നും പാടില്ല, ഇറങ്ങിപ്പോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നെ എന്തായാലും കെട്ടാൻ വേണ്ടി ഇരിക്കണം. ഒരു ദിവസം ഞാൻ ഇന്ന് ഇവിടെ തങ്ങും. ഇവിടെ തങ്ങാനോ? എന്റെ ദൈവമേ, അമ്മാവൻ കണ്ടോണ്ടോന്ന് അത് മതി. ഇറങ്ങിപ്പോ. നീ ഏത് കാലഘട്ടത്തിലേ ജീവിക്കണത്? എടി, റിലീസിന് മുമ്പ് പ്രീവ്യൂ ഷോ വരെ ഉള്ള കാലാണിത്. തൽക്കാലം ഒരു ടീച്ചർ ഒരു ടീച്ചറിൽ അങ്ങനെ ഒതുക്കല്ലേ, ഒരു ട്രailer-എങ്കിലും താ. മനസ്സിലായില്ല. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെട്ടിപ്പൊളന്ന് ഞാൻ ഇവിടെ ഇറങ്ങി ഓടാൻ നോക്കാം, ആരെങ്കിലും കാണുന്നതിന് കേട്ടോ. അല്ലെങ്കിലും അതെ, ഞാൻ എന്തെങ്കിലും ഒരു സ്നേഹമായിട്ട് വന്നോ അപ്പൊ അവള് എന്റെ മെക്കിട്ട് വരും. പൊന്നെ ഓടുന്നു ചക്കര കുക്കുടാച്ചി. എന്നെ എന്തിനിങ്ങനെ സ്നേഹിച്ചങ്ങ് കൊല്ലുന്നേ? അല്ലാണ്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പോലീസുകാർ കൊണ്ട് ഓടി പൊട്ടി. അല്ലാണ്ട് കൊന്ന നിന്നെ ഞാൻ സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലും. അതെ, ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ട്. ചേട്ട എന്നെ കൈ കൊണ്ട് കോരി എടുത്ത് ഇങ്ങനെ വട്ടം ഒന്ന് കറക്കിയെന്ന്. അത് മാത്രല്ല, പിന്നെ ബൈക്കില് 100-110 നമ്മളൊരൊറ്റ പോക്കി കൊച്ചിയിലോട്ട്. ഈ സ്വപ്നത്തിന്റെ ബാക്കി നീ കണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ രണ്ടുപേരും ആശുപത്രി കിടക്കണത്. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ ഇതൊക്കെ എന്ത് സ്വപ്നം? അതൊക്കെ ഞാൻ കണ്ട സ്വപ്നം. എടി, ഒരു കാട്ടില് ഞാനിങ്ങനെ നിൽക്കുക, മുതളിക 2 ആന എന്റെ അടുത്തേക്ക് പാഞ്ഞു വരുക. എന്റെ ദേഷ്യം നിനക്കറിയാലോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ മുതളിക ആനനെ കണ്ട പിന്നെ എനിക്ക് പ്രാന്ത. ഞാൻ ഒരു ആനനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചു, മറ്റേ ആനയുടെ തുമ്പിക്കൈ പിടിച്ച് ടക്ക് 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 4 അടി. എന്നിട്ടൊരു മാസ് BGM-ൽ ആ ഹെലികോപ്റ്റർ കയറി ഒരൊറ്റ പോക്ക്. കുറച്ച് ഓവറാന്ന് തോന്നില്ലയോ? കുറച്ച് ഓവറാന്ന് എനിക്ക് തോന്നി. പക്ഷെ ഈ സ്വപ്നത്തിന്റെ ഡയറക്ടർ ആരെന്നറിയാമോ? പൃഥ്വിരാജ്. കുറച്ച് മാസമൊക്കെ വേണം. നിങ്ങൾ ഈ മാസം പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? വല്ല ആമ്പിള്ളാരും വന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോകും, നോക്കിക്കോ. പിന്നെ ചേട്ടാ, എന്തോ കല്യാണത്തെ പറ്റിയൊക്കെ പറ. കല്യാണത്തെ പറ്റി നീ ഒന്നും പേടിക്കണ്ട. കല്യാണം നമ്മൾ വെറുതെ ലളിതമായിട്ട് നടത്തുള്ളൂ. പക്ഷേ ഹണിമൂൺ ഇത് ഞാനങ്ങ് ആഘോഷിക്കും. പിന്നെ ഈ കല്യാണത്തിന്റെ കേട് ഞാൻ തീർക്കും. ഹണിമൂൺ നമ്മൾ എവിടൊക്കെ പോകും പറ. എന്റെ പൊന്നെ, നീ അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. കേട്ടപ്പോ തന്നെ ടെൻഷനായി. എന്റെ ദൈവം, നമ്മൾ പോകുന്നത് എവിടെ പറയാമോ? ഊട്ടി, മൂന്നാർ, കനാല് വഴി കുളു, മണാലി വഴി തിരിച്ചു വന്നിട്ട് കാശ്മീർ. നമ്മൾ എവിടൊക്കെ പോകുന്ന പറഞ്ഞേ? നമ്മൾ ഒരു സ്ഥലത്തും പോണില്ല. നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കരിയില കത്തിച്ച് തീ കായും. അല്ലെങ്കിലും എനിക്കറിയാം ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോകത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടല്ലെന്ന്, എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും. ഞാൻ തണുപ്പിനെ അതിജീവിക്കും. നീ ആര് പെഞ്ചിനാ? അല്ലെങ്കിലും എപ്പോ കണ്ടാലും നമ്മൾ തമ്മിൽ വഴക്കം, എപ്പോഴും കീരിയും പാമ്പുവാ. ഈ പെണ്ണിന്റെ കാര്യം. അയ്യോ, അമ്മാവനെ എണീറ്റെന്നാ തോന്നേ. ഈ ഫ്രിഡ്ജിനകത്തോട്ട് ഒന്ന് കയറുവാ. ഫ്രിഡ്ജിനകത്ത് ഞാനവിടെ തലേ ദിവസത്തെ സാമ്പാറാ. അയ്യോ എന്റെ ദൈവമേ. അതെ, ഞാനൊരു നൈറ്റ് എടുത്ത് തരട്ടെ? അതുകൊണ്ട് ഒരു ഷാളും പോച്ചെറിയ ഓട്. അല്ല, ഒരു കാര്യം ചെയ്യ്, ഈ കട്ടിലിനകത്തോട്ട് കയറ്. ഓക്കേ, കേറി വരുന്നതിന് മുമ്പിട്ട്. മുത്തശ്ശി പോയി. ഇത്രയും മത്ത കണ്ണും വെച്ചോണ്ട് ആ വാതിൽ ഇരുന്നപ്പോ അറിഞ്ഞൂടെ ഈ പ്രായമായ സ്ത്രീ ഇറങ്ങി നടക്കുമ്പോ ഒന്ന് പിടിച്ചൂടെ മാമ? ഒറ്റ അടി അടിച്ചാൽ നന്നില്ല. ടൂർ പോയ കാര്യമല്ല പറഞ്ഞത്, മുത്തശ്ശി മരിച്ചു പോയെന്ന്. നിലവിളക്ക്. അയ്യോ, എന്റെ മുത്തശ്ശി പോയേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. എന്തോടി? നിലവിളിക്കാൻ പറഞ്ഞു. നിലവിളക്കെടുക്കാനാ പറഞ്ഞത്. നിലവിളക്കെടുക്ക അപ്പുറത്തെ മുറി ഇഷ്ടം പോലെ കൊണ്ട് പോയി എടുക്കും. അല്ല, അവിടെ ഇല്ല. അവിടെ ഞാൻ ഇവിടെ എടുത്തോണ്ട് വെച്ചായിരുന്നു. എവിടെ? ഞാൻ ഈ കട്ടിന്റെ അടി കൊണ്ടുവച്ചായിരുന്നു. ഇവിടെ ഇല്ല. അല്ല, ഇവിടെ ഞാനല്ലേ കൊണ്ടുവച്ചത്. അപ്പുറത്തെ മുറിയിലായിരിക്കും മാമ, ഒന്ന് പോയി നോക്കും. അയ്യോ, ഞാൻ നിലവിളക്ക് ഇവിടെ കൊണ്ടുവച്ച എനിക്കറിയാം, ഇവിടെ ഉണ്ട്. അയ്യോ, ഈ കൊച്ചിന് എന്ത് പറ്റി? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ എടുത്തോളാം. ഒളിഞ്ഞെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതെല്ലേ, മാമ കൊണ്ട് കൊടുക്കാൻ നോക്കൂ. പെട്ടെന്ന് കൊണ്ട് കൊടുക്കൂ മാമ. കണ്ടു, ഞാൻ കണ്ടു. എന്റെ മരിച്ചുപോയ മുത്തശ്ശി എനിക്ക് കണ്ണി കാണിച്ചു തന്നു. എന്റെ കണ്ണി കണ്ടു. അറിയാതെ പറ്റിപ്പോയതാ മാമ, ക്ഷമിക്കും മാമ. എന്തോന്ന് നീ കാണിക്കുന്നത്? ഞാൻ വന്നപ്പോഴേ സത്യം. എന്താ കാര്യം? എന്താ കണ്ടെന്ന്? എടി, ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി മരിക്കുന്ന മുത്തശ്ശിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു കുഞ്ഞിക്കാല് കാണണമെന്ന്. അതേ കുഞ്ഞിക്കാല് ഞാൻ ഇവിടെ കണ്ടു. എവിടെ കണ്ടെന്നാ ഈ പറയുന്നേ?
ഇപ്പൊ ഇവിടെ കണ്ടല്ലോ രണ്ട് ആ സ്വപ്നത്തിലായിരിക്കും കണ്ടത്. മാമ ഈ വിളക്ക് കൊണ്ട് കൊടുക്കാൻ നോക്കും. എന്തായാലും ആ കഞ്ഞിക്കാൽ എന്റെ കണ്ണി കാണിച്ചു തന്നല്ലോ. ഇനി ഒട്ടും താമസിക്കേണ്ട. ഈ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിന്റെ കല്യാണം എനിക്ക് അങ്ങ് നടത്താം മാമ, നടത്താം. ഓക്കെ. അല്ല, ഈ നിലവിളക്ക് മാത്രം പോരല്ലോ, കട്ടിൽ വേണം അമ്മച്ചി കിടത്താൻ. കട്ടിൽ അപ്പുറത്തെ മുറിയിലെ ഡബിൾ കോട്ടിന്റെ ഒരെണ്ണം കിടപ്പുണ്ട് മാമ, പോയി എടുക്ക്. അമ്മച്ചിക്ക് ഉരുണ്ട് കളിക്കാനല്ല, അമ്മച്ചിയെ കിടത്താനാണ്. സിംഗിൾ കട്ടിൽ മതി. ഇതെടുക്കാൻ പറ്റത്തില്ല. ഇത് എടുക്കും. ഇത് കിടത്തി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് നടുവേദന. എന്റെ മുന്നേ അമ്മച്ചി മരിച്ചോടെ. എന്റെ തലയിലേറ്റ വന്ന് കേറിയ മുത്തശ്ശി, എന്റെ കുഞ്ഞിനെ കാത്തോളനെ, ഒന്നും വരുത്തല്ലേ. എന്തോന്നടി നിനക്ക്, എന്ത് പറ്റി? മുത്തശ്ശി മരിച്ചു എന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് വിഷമമാ മാമ. നീ ടെൻഷൻ അടിക്കുന്ന മക്കളെ എല്ലാവരും. അമ്മച്ചി എന്തായാലും കിടന്ന് അനുഭവിക്കാതെ മരിച്ചു തന്നെ നല്ലത്. നീ ഒന്ന് പിടിച്ചാ ചുമ്മാ നടന്ന് ആവശ്യമില്ല പോരി കാണിക്കാം. ഒന്നുമില്ല. എന്തില്ലാന്ന്? നിലവിളക്കത്തിന്റെ അടിയിലില്ല. നിലവിളക്കല്ലേ ഞാൻ തൂടെ വെച്ചിരിക്കുന്നത്. നിനക്ക് എന്ത് പറ്റി കൊച്ചേ? എപ്പോഴാണോ മാമ? മാമ നീ വിളക്ക് കൊണ്ടുപോ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി എന്തെങ്കിലും വേണോന്ന് വിളിച്ചു ചോദിക്കട്ടെ. പറടാ. ഓക്കെ. അതെ, അമ്മച്ചിയെ കുളിപ്പിക്കാൻ എടുക്കുമ്പോഴേ ഈ നമ്മളെ പഴയ തുണികളുണ്ടല്ലോ, അതൊക്കെ ഇടാൻ വേണ്ടിട്ട് ഒരു ബോക്സ് വേണം. ഞാൻ കവർ എടുത്തോണ്ട് തരാം മാമ. കവർ വേണ്ട, ബോക്സ് മതി. ബോക്സ് ഇവിടെ ഇല്ലെന്ന്. ബോക്സ് ഈ ഇരിക്കുന്ന ബോക്സ് അല്ലേ? അതെടുക്കാൻ പറ്റില്ല, അതിനകത്ത് എന്റെ തുണിയെല്ലാം ഞാൻ ഇട്ട് വെച്ചേക്കുവാ. എന്റെ പൊന്നെ, നിനക്ക് വേറെ ബോക്സ് എടുത്തോടി. എടി അമ്മച്ചിയുടെ കാര്യമാണ്, ഈ ബോക്സ് വേണം. മാമ ഇത് പഴയ ബോക്സ് ആണ്, ഇത് എടുക്കാൻ പറ്റത്തില്ലെന്ന്. നീ ഇങ്ങോട്ട് മറിക്കാം. ചുമ്മാ ആവശ്യമല്ലോ അടിച്ച് കയറി തരും കേട്ടോ. ചുമ്മാ തുറന്ന് കാര്യം കാണിച്ചിട്ട് വന്നിട്ട്. എന്തോടി ഇത്? ദാമോദര മാമന്റെ ശില്പം. ദാമോദരൻ ചേട്ടൻ ചെറുതായിട്ട് പടം വരയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ശില്പം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഈ ശില്പത്തിന് പഴക്കമുണ്ടല്ലോ, അത് പുതിയതാണോ? ഇത് ഇച്ചിരി പഴയതാ, 10-30 വർഷത്തെ പഴക്കമുണ്ട്. ചെറിയ ചുളിവുണ്ട്. നമുക്ക് ആ ഇസ്തിരിപ്പെട്ടി എടുത്തൊന്ന് തേച്ചാലോ? നട അടച്ചു, ആൾക്കാരെല്ലാം പോയി, പൂജാരിയും പോയി. പ്രാർത്ഥന നിർത്തിക്കൂടെ? അയ്യോ, ഗുരുവായൂർ അമ്പലല്ലേ ഇത്? ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ശയന പ്രദർശനത്തിന് കിടന്നതാ. അയ്യോ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ പോട്ടെ. വലിയ പരിപാടിയാണ്. നിനക്ക് ഞാൻ ശരിക്കും തരാം. ആടാ നീ, സത്യം പറ, ആടാ നീ? ഞാൻ മരണം അറിഞ്ഞിട്ട് വന്നതാ. മരണം നമ്മൾ അതിന് പുറത്ത് പറഞ്ഞില്ലല്ലോ. എനിക്കറിയാലോ. അങ്ങനെ അറിയാം. പിന്നെ മനുഷ്യന്മാരായ പിന്നെ മരിക്കില്ല, പോവാറുന്നു. സത്യം പറ, ആരടി ഇത്? എനിക്കറിഞ്ഞൂടാ. അറിയത്തില്ല. എന്തോ ഒരു പരിചയമില്ലേ? ഒരു പരിചയവും ഇല്ല, അറിയത്തുമില്ല, എന്നിട്ടും കട്ടിലിന്റെ അടിയിൽ. സത്യം പറ പട്ടി. ഞാൻ ആരാന്ന് അറിയില്ലേ? അറിയത്തില്ല. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും, ചിരിച്ചുകൊണ്ട് കൊഞ്ചും, മൊബൈലിൽ നോക്കി ചോറുണ്ണും. തോൽവികൾ ഏറ്റുവാങ്ങാൻ ജിംനേഷിന്റെ ജീവിതം ഇനിയും ബാക്കി. തോൽവി എന്തോ? എന്താണ് അതിന്റെ പേര്? തോൽവി. എടാ, നിന്നെ ഞാൻ കുറെ നേരം കൊണ്ട് സൈക്കിൾ വിളക്കിനടിച്ചു കൊല്ലും ഞാൻ. സത്യം പറ, ആടാ നീ? അതെ, ഞാൻ പറയാം. പറ. ഞാൻ എന്റെ അച്ഛനെ തിരക്കി വന്നതാ. ആടാ നിന്റെ അച്ഛൻ? കണ്ണിട്ട് കുത്തണം. കണ്ണിട്ട് കുട്ടിയല്ല, നിങ്ങളാണ് എന്റെ അച്ഛൻ. ഞാനാ? നിങ്ങളാണ് എന്റെ അച്ഛൻ. അവന്റെ പുതിയ അടവ് കേട്ടാ? അവൻ എന്റെ മോനാണെന്നാ പറയുന്നത്. അയാൾ പറഞ്ഞ സത്യമാ. കഴിഞ്ഞ 2 മാസമായി ഈ സത്യം ഞാൻ അറിഞ്ഞിട്ട്. ഇയാൾ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ഈ സത്യം വിളിച്ചു പറയാൻ. മാമന്റെ മുഖച്ചായ തകരണ്ടെന്ന് കരുതി മാത്രം ഞാൻ ഇതുവരെ ഒളിച്ചു വെച്ചതാ. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കട്ടിന്റെ. ഞാൻ വിശ്വസിക്കത്തില്ല. ഒത്തിരി പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്യരുത്. പല പ്രാവശ്യം ഞാൻ പറയാതെ മക്കളുടെ അടുത്ത് പറഞ്ഞതാ. ഇപ്പൊ ഒരു അവസരം കിട്ടി, ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. പാറശാല തങ്കം അല്ല. മലപ്പുറം സിന്ധു വിളപ്പിശാല ശാന്ത അല്ലാന്ന്. തൊടുപുഴ സുചിത്ര. മക്കളെ, എന്റെ മോനാടി ഇത്. എന്റെ മോനാ. മക്കളെ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തു നട ഗിറ്റാറാ താഴ്ത്തി നോക്കി.